ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഫ് താടിക്കാരൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പാഗറ്റി ബോലോഗ്നൈസ്. സ്പാഗറ്റി ബോയിൽ ചെയ്യാനായിട്ട് നമുക്കൊരു വലിയ പോട്ടിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉപ്പിടുക. പക്ഷെ ഉപ്പ് കുറച്ച് കയറ്റി ഇടണം. എപ്പോഴും സ്പാഗറ്റി ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇത് വെള്ളത്തിലേക്കാണ് നമ്മൾ ഉപ്പിടുന്നത്. വെള്ളം ഊറ്റിക്കളയാനുള്ളതാണ്. അതുകൊണ്ട് ഉപ്പ് എപ്പോഴും കുറച്ച് കയറ്റി ഇടുക, ആ പാസ്തയിലേക്ക് നല്ലോണം കയറി പിടിക്കാനായിട്ട്. വെള്ളം നല്ല രീതിക്ക് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് പാസ്ത ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്പാഗറ്റിയാണ്. പാസ്ത പലതരത്തിലുണ്ട്. സ്പാഗറ്റി ഉണ്ട്, പെന്നെ ഉണ്ട്, ടോർട്ടലിനി ഉണ്ട്, അങ്ങനെ പല വെറൈറ്റി പാസ്തകളുണ്ട്, കുറേ ഉണ്ട്. പാസ്ത പല കളറിലും ഉണ്ട്. പല ഇൻഗ്രീഡിയൻസ് വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഗോതമ്പ് വെച്ചിട്ടുണ്ട്, മൈദ വെച്ചിട്ടുണ്ട്, റവ വെച്ചിട്ടുണ്ട്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട് പാസ്തകൾ. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പാഗറ്റി എന്ന് പറഞ്ഞ പാസ്തയാണ്. നമുക്ക് ഈ പാസ്ത നല്ല രീതിക്ക് തിളക്കണം, ഉപ്പിട്ട വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന നേരിൽ ഒരു 400 ഗ്രാം പാസ്തയാണ് സ്പാഗറ്റി. നല്ല രീതിക്കുള്ള തിളക്കുന്ന വെള്ളത്തിലേക്ക് ഞാൻ പാസ്ത ഇട്ട് കൊടുക്കുന്നതാണ്. പാസ്ത ഒരു 8 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പാസ്ത എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പാസ്ത ഞാൻ പറഞ്ഞ പോലെ അൽ ദന്തെ എന്ന് പറഞ്ഞൊരു ടെക്സ്ചറിലാണ് പാസ്ത ഇപ്പോൾ കുക്ക് ആക്കണത്. ഈ പാസ്ത നമുക്ക് മുറിക്കുമ്പോൾ അറിയാം എൻ്റെ ഉള്ളിൽ ഫുൾ കുക്കായിട്ടുണ്ട്. പാസ്ത ഇപ്പോൾ നമുക്ക് ഊറ്റി മാറ്റാം. നമ്മളിപ്പോൾ ബോയിൽ ചെയ്ത പാസ്ത ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊറ്റിയിട്ട് ആ പാസ്തയുടെ വെള്ളം കളയരുത്. അത് നമ്മൾ സോസ് കുക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യും. അടുത്തത് നമ്മൾ പാസ്തയുടെ സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് സ്പാഗറ്റി ബോലോഗ്നൈസ് ആണ്. ബോലോഗ്നൈസ് സോസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇറ്റലിയൻ ഒറിജിൻ ആണ്. ഇറ്റലിയിൽ ബോലോഗ്നൈ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ സോസ് ഉണ്ടായത്. ഈ സോസിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ടൊമാറ്റോയും മീറ്റും ആണ്. ഇത് രണ്ടും കൂടി ഉള്ള കോമ്പിനേഷനാണ് സ്പാഗറ്റി ബോലോഗ്നൈ എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. പാൻ ഹോട്ടായതിനു ശേഷം നമുക്ക് ആദ്യം തന്നെ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒരു സവാള നല്ല ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഈ സവോള സോഫ്റ്റ് ആകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി ഉണ്ട്. അതായത് ആക്ച്വലി ഒരു 4 വലിയ ക്ലോവുകളുണ്ട്. ഇറ്റാലിയൻ കുക്കിങ്ങിൽ വെളുത്തുള്ളിക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. വെളുത്തുള്ളി നമുക്ക് ചോപ്പ് ചെയ്തോ ചതച്ചോ പേസ്റ്റ് ചെയ്തോ അതെങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് വെളുത്തുള്ളിയുടെ ഒരു പച്ചച്ചോവ മാറുന്നതിന് കൂടെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇത് നിയർലി 2 ക്യാരറ്റ് പീൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്തതാണ്. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആണോ വരെ നമുക്ക് കുക്ക് ചെയ്യാം. ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു കുഴമ്പ് ഉണ്ടാക്കുക. അതിൻ്റെ അകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ബട്ടറോ എന്താണെന്ന് വെച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിലിലേക്ക് ഞാൻ കുറച്ച്
റോസ്മേരിയാണ് ആഡ് ചെയ്യണം. റോസ്മേരി നമ്മുടെ കറിവേപ്പിലൊക്കെ പോലെ ഒരു ഹെർബാണ്. ഇതൊന്ന് റോസ്റ്റ് ആകാൻ ടൈം കൊണ്ട് നമുക്ക് മിക്സ് കൊടുക്കാം എല്ലാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച മീറ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു 300 ഗ്രാം മിൻസ്ഡ് മീറ്റ് ആണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കുക, മീറ്റ് എപ്പോഴും നല്ല രീതിയിൽ കുക്കാവണം. അതൊരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും കരിയോ മൂക്കോ അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മുടെ മീറ്റും വെജിറ്റബിൾസും എല്ലാം നല്ല രീതിക്ക് കുക്കായിട്ടുണ്ട്. മീറ്റ് നമുക്ക് നോക്കിയാൽ കാണാം, മീറ്റിൻ്റെ ആ ഒരു ചുവപ്പൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറിലായിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഇറച്ചി കുക്കായ ഒരു ഫ്ലേവറും ആ ഒരു കമ്പൈൻഡ് നല്ലൊരു മണമൊക്കെ ആയിരിക്കും. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പം ഇറച്ചി കുക്കാണതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ നിയർലി 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. മീറ്റ് കുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഉപ്പിടണം എന്നുള്ളത് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ആ മീറ്റ് കുക്ക് ചെയ്യുന്ന സമയത്ത് മീറ്റ് മാക്സിമം സാധനങ്ങൾ അബ്സോർബ് ചെയ്യും, മീറ്റിന് ചുറ്റുമുള്ള ഫ്ലേവറും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഫ്ലേവറും ഉപ്പും നല്ല രീതിക്ക് അബ്സോർബ് ചെയ്യും മീറ്റിലേക്ക്. അടുത്തത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ പാപ്രിക്ക പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പാപ്രിക്കയും മുളക് പൊടിയും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പൊതുവെ എല്ലാവർക്കും അറിയാമെന്ന് അറിയാൻ പാടില്ല. പാപ്രിക്ക എന്ന് പറയുന്നത് ക്യാപ്സിക്കത്തിൻ്റെ പൊടിയാണ്. മുളക് പൊടി എന്ന് പറയുന്നത് കൈൻ പെപ്പറിൻ്റെ പൊടിയും, നമ്മുടെ വറ്റൽ മുളക്. അടുത്തത് നമുക്ക് നിയർലി ഒരു 300 ഗ്രാം ടൊമാറ്റോ പ്യൂരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് തക്കാളി ഇപ്പോൾ പേസ്റ്റ് അടിച്ചെടുക്കുന്നതാണെങ്കിൽ ഇത് നിയർലി ഒരു 4 വലിയ തക്കാളി ഉണ്ടാവും പേസ്റ്റ് അടിക്കാണ്ട്. അതിൻ്റെ സ്കിന്നും കളഞ്ഞ് സീഡും കളഞ്ഞ് കുക്ക് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയാൽ മതി. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ടൊമാറ്റോയുടെ പ്യൂരെ ഇതിനകത്ത് ഇട്ട് നല്ല രീതിക്ക് കുക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് മിക്സും ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇത് നിയർലി 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയുണ്ട്. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പാപ്രിക്ക അല്ലെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നിയർലി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യണത്. ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര എപ്പോഴും തക്കാളിയുടെ പുളിക്ക് എപ്പോഴും മധുരം നല്ലതാണ്. മധുരം ഇട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുളി കൂടുതലാണെങ്കിൽ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യും. ഇപ്പോൾ തക്കാളിയുടെ പുളി ഇതിനകത്ത് ഭയങ്കര കൂടുതലാണെങ്കിൽ നമുക്ക് പഞ്ചസാര ഇട്ടുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ സ്റ്റേജിൽ നമുക്ക് റെഡ് വൈൻ കയ്യിലുണ്ടെങ്കിൽ അതും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലേവറാണത്. റെഡ് വൈൻ ആഡ് ചെയ്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ആഡ് ചെയ്യാം. ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പാസ്ത തിളപ്പിച്ച വെള്ളം തന്നെയാണ്. ഒപ്പം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് കൊടുക്കാം. പാസ്തയുടെ സോസ്, നമ്മുടെ ബൊളഗ്നൈസ് സോസ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓൾമോസ്റ്റ് ആയി. ഇനി ജസ്റ്റ് ആ പാലും ആ തക്കാളി ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡായ ഒരു നല്ലൊരു കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട് സോസ്. നല്ലൊരു ഫ്ലേവറും. ഈ ടൈമിൽ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു 3 സ്പ്രിംഗ് ഓണിയൻ ഞാൻ നൈസായിട്ട് സ്ലൈസ് ചെയ്തതാണ്. ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്പാഗറ്റി ബൊളഗ്നൈസ് സോസ് അങ്ങനെ റെഡി ആയിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല ഫ്ലേവർ ഉണ്ട്. ആവശ്യത്തിനാണ് പുളി, ഉപ്പ്, അതിൻ്റെ എരിവ് എല്ലാം കറക്റ്റാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇതൊരു അടിപൊളി സോസാണ്. പാസ്തയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോമ്പിനേഷനാണ്.
പൊതുവെ പാസ്ത കുക്ക് ചെയ്യാൻ ഒരു ധാരണയുണ്ട്, പാസ്ത കുക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ ഒട്ടാണ്ടൊക്കെ കിട്ടുമെന്നുള്ളത്. ശരിയാണ്, പാസ്ത കുക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തമ്മിൽ ഒട്ടാണ്ട് കിട്ടും. ബട്ട് പാസ്ത കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പാസ്ത നമ്മൾ എന്തെങ്കിലും സോസിൻ്റെ ഒപ്പം മിക്സ് ചെയ്യണമെങ്കിൽ അത് സോസ് പാസ്തയിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അത് ഗ്രീസി ആയതുകൊണ്ട് പാസ്ത നമുക്ക് എടുക്കുന്നത് ഗ്രീസി ആയിട്ടായിരിക്കും പാസ്ത കിട്ടുന്നത്. അത് സോസ് തമ്മിൽ ഒരു ബ്ലെൻഡ് ഉണ്ടാവില്ല, പാസ്തയും സോസും തമ്മിൽ ഒരു മിക്സ് ആയിട്ട് അങ്ങോട്ട് കിട്ടുന്നത്. നമുക്ക് പാസ്ത സോസ് വേറെ പാസ്ത വേറെ ആയിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പം ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് കുക്കിംഗ് പാസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പോട്ടിൽ കുറേ വെള്ളം എടുത്ത് ആ വെള്ളത്തിൽ ഉപ്പിട്ട വെള്ളം ഒബ്വിയസ്ലി പാസ്ത മുങ്ങിക്കിടന്നുകൊണ്ട് കുക്ക് ചെയ്യണം. അങ്ങനെ കിടന്ന് കുക്ക് ആകുമ്പോഴത്തേക്കും ഇതേപോലെ അങ്ങനെ കിടന്ന് കുക്ക് ആകുമ്പോഴത്തേക്കും ആ പാസ്തയിലുള്ള സ്റ്റാർച്ച് വെള്ളത്തിൽ ഡിസോൾവ് ആയി പാസ്ത മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടാണ്ട്. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഉള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്ത ഇറ്റാലിയൻ സ്റ്റൈൽ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അൽ ദന്തെ എന്ന് പറയും. അതായത് ഇംഗ്ലീഷിൽ ഫേം ടു ബൈറ്റ് എന്നുള്ളൊരു ആ ഒരു സ്റ്റേറ്റിലാണ്, ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പാസ്ത എടുക്കേണ്ടത്. എപ്പോഴും നോക്കേണ്ടത് വെച്ചാൽ പാസ്തയുടെ പാക്കറ്റിൽ നമ്മൾ എടുക്കുന്ന പാസ്തയുടെ പാക്കറ്റിൽ എത്ര മിനിറ്റ് കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞുണ്ടാവും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പാസ്തയുടെ പാക്കറ്റിൽ ഇത് ജർമ്മനിലാണ്, പക്ഷെ ഇവിടെ നമുക്ക് കാണാം നിയർലി ഒരു 8 മിനിറ്റ് വരെ പറഞ്ഞിട്ടുണ്ട് പാസ്ത കുക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ ഓരോ പാക്കറ്റിലും പാസ്തയിൽ ഉണ്ടാവും എത്ര മിനിറ്റ് വരെ കുക്ക് ചെയ്യണം എന്നുള്ളത്.